ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. എങ്ങോട്ടാ? ഓട്ടോ ഡ്രൈവർ രഹനയോട് ചോദിച്ചു. ഇവിടെ അടുത്തേക്ക് തന്നെയാ. എന്താ നിനക്ക് ജോലി? പ്രൊഡക്റ്റ് വിൽപ്പനയാ. ആ അമ്പലത്തിനടുത്തല്ലേ നിങ്ങൾ താമസം? കയറിക്കോ, നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി വിടാം. രഹന ഓട്ടോയിൽ കയറി. രഹനയ്ക്ക് വീടുകൾ തോറും നടന്നുള്ള പ്രൊഡക്റ്റ് വിൽപ്പന ആണെന്ന് അവളുടെ വീട്ടുകാർ അറിഞ്ഞപ്പോൾ അവർ ആ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല. അവൾ മറ്റൊരു ജോലി കണ്ടുപിടിച്ചു, ടെലികോളറായിട്ട്. ആ ജോലി അവൾ മനോഹരമായി ചെയ്തുകൊണ്ടിരുന്നു. ബിസിനസ് ഡൗൺ ആയപ്പോൾ ടെലികോളർ ജോലിയിൽ നിന്ന് രഹനയെ പിരിച്ചുവിട്ടു. രഹന നാട്ടിലെ ഒരു സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ ചെന്നു. അപ്പോൾ അവൾ അവിടെ കണ്ട പത്രമെടുത്തു നോക്കി. ഒരു അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നഴ്സറി മാനേജ്മെന്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന വിവരം പത്രത്തിൽ നിന്ന് അറിഞ്ഞ അവൾ അതിനുവേണ്ടി അപേക്ഷ അയച്ചു. അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അവൾ അവിടെ ചെടികൾ വെക്കുന്നു, നനയ്ക്കുന്നു. പ്രകൃതിയുടെ പച്ചപ്പും വർണ്ണപ്പൂക്കളും അവളുടെ മനസ്സിലെ വേദനകൾ തുടച്ചു കളഞ്ഞു. അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെടി നനക്കുന്ന രഹനയുടെ അടുത്തേക്ക് അവിടുത്തെ ഡ്രൈവർ പ്രസാദ് വരുന്നു. എന്റെ പേര് പ്രസാദ്, നാട് വയനാടാണ്. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണ്. എനിക്ക് രഹനയെ ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. പ്രസാദ് രഹനയെ നോക്കി. തട്ടത്തിനുള്ളിലൂടെ അവളുടെ കുറുനിരകൾ പാറിക്കൊണ്ടിരുന്നു. കല്യാണമോ? എന്നെയോ? അതിനൊന്നും പറ്റില്ല. രഹനയുടെ ചുണ്ടുകൾ ചലിച്ചു. അതെന്താ, ഞാൻ ഒരു ഹിന്ദു ആയതുകൊണ്ടാണോ? അല്ല, എനിക്ക് ലീഗലി ഒരു ഭർത്താവുണ്ട്. നീ ഡൈവേഴ്സ് അല്ലേ? അല്ല. അക്ബർ ഗൾഫിൽ നിന്നും നാട്ടിലെത്തി. തുടരും.